അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന തഫ്ഹീമുത് തിലാവ വായന എഴുത്ത് രണ്ടിന്റെയും ചോദ്യപേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് അക്ഷരങ്ങൾ വായിക്കാം. ബോക്സിലുള്ള 2 അക്ഷരങ്ങൾ വായിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ അക്ഷരം ഗൈന്, രണ്ടാമത്തെ അക്ഷരം ളാദ്. രണ്ടാമത്തത് ചേർത്തു വായിക്കാം. താഴെയുള്ളത് ആരോ മാർക്കിനനുസരിച്ച് നമ്മൾ വാക്കുകൾ ചേർത്ത് വായിക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് സഹനുൻ, രണ്ടാമത്തത് ബഹസൻ, 3 ലഹളിൻ. ഇനി അടുത്തത് നാലാമത്തത് നഖ്ലിൻ, അഖ്ദൻ, ബുഖ്ലുൻ. ഈ രൂപത്തിൽ വാക്കുകൾ വായിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ബോർഡിലുള്ളത് വായിക്കാം. ഇവിടെയുള്ള ഈ ഓരോ വാക്കുകളും വിദ്യാർത്ഥികൾ വായിക്കുകയാണ് വേണ്ടത്. ഖാതമുൻ, മിളല്ലത്തുൻ, ഫഖീറുൻ, മുഅജ്ജലുൻ, നുദൂറുൻ, മുബർരിഹൻ. അടുത്തത് നാലാമത്തത് പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ട് കാണിക്കാം. ഒന്നാമത്തെ പദം ഏതാണ്? ഗലഖുൻ. ഗലഖുൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്ക്, പൂട്ട് ആണ് അർത്ഥം. അപ്പോൾ ഒന്നാമത്തെ പിക്ചർ. രണ്ടാമത്തത് സൗറുൻ, കാള. മൂന്നാമത്തെ പിക്ചർ, ചിത്രം. അടുത്തത് ഐനുൻ, കണ്ണ്. ലബിയുൻ, മാന്. ഓരോന്നിന്റെയും ചിത്രങ്ങൾ തൊട്ട് കാണിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് തഫ്ഹീമുത് തിലാവ കിതാബത്ത്, എഴുത്ത് പരീക്ഷ. ഒന്നാമത്തത് വിട്ട അക്ഷരം എഴുതാം. ഇവിടെ താഴെ ഫോണിന്റെ ഫോട്ടോയുണ്ട്. എന്താണ് ഫോണിന് പറയാ? ഹാത്തിഫുൻ എന്നാണ് പറയാ, ഹാത്തിഫുൻ. അപ്പൊ ഹ എന്ന് അവിടെ നമ്മൾ എഴുതി കൊടുക്കണം. രണ്ടാമത്തത് ഡാഷ് നബുൻ, വാലിന്റെ ചിത്രമുണ്ട്. വാലിന് എന്താണ് അറബി പറയാൻ? ദനബുൻ, ദനബുൻ. അപ്പൊ ദ എന്ന് എഴുതി കൊടുക്കണം. മൂന്നാമത്തത് ഫനസുൻ, ചക്കക്ക് ഫനസുൻ എന്ന് പറയാ. അപ്പൊ ഫ എന്ന് എഴുതി കൊടുക്കണം. നാലാമത്തത് വർദുൻ, പൂവിന് വർദുൻ. അപ്പൊ വ എന്ന് എഴുതി കൊടുക്കണം. ഇനി രണ്ടാമത്തത് പദങ്ങൾ ചേർത്ത് എഴുതാം. ഇവിടെ സിംഗിൾ ആയിട്ട് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു വാക്കായിട്ട് അവിടെ എഴുതണം. സുന്ദൂഖുൻ, സുന്ദൂഖുൻ എന്ന് ഈ ബോക്സിൽ കൂട്ടി എഴുതണം. രണ്ടാമത്തത് ഗിൽമാനുൻ. മൂന്നാമത്തത് ഷിംതാത്തുൻ. ഇങ്ങനെ ഒറ്റ അക്ഷരങ്ങളായിട്ടുള്ളത് ഇവിടെ വാക്കായിട്ട് കൂട്ടി എഴുതുകയാണ് വേണ്ടത്. ഇനി മൂന്നാമത്തത് പദങ്ങളിലെ വിട്ടക്ഷരം കുട്ടയിൽ നിന്നെടുത്ത് എഴുതാം. ഇവിടെ ആ ഒരു ബോക്സിൽ അക്ഷരങ്ങളുണ്ട്. നമ്മൾ യോജിച്ചതെടുത്ത് എഴുതുകയാണ് വേണ്ടത്. സഫത്തുൻ. ഏതാണ് വരിക? സറാഫത്തുൻ, സറാഫത്തുൻ. അപ്പൊ റാ എന്ന് എടുത്ത് എഴുതണം. രണ്ടാമത്തത് തബീബുൻ, ബി എന്ന് എടുത്ത് എഴുതണം. അടുത്തത് സബ്ബൂറത്തുൻ, ബു എന്ന് എടുത്ത് എഴുതണം. അടുത്തത് ദർബുൻ, റ് എന്ന് എടുത്ത് എഴുതണം. ഈ രൂപത്തിൽ ശരിയായി എഴുതുകയാണ് വേണ്ടത്. ഇനി പദങ്ങളിൽ അക്ഷരം ഒറ്റയാക്കി എഴുതാം. നേരത്തെ നമ്മൾ ഒറ്റ അക്ഷരങ്ങൾ കൂട്ടി എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇവിടെ ഈ വാക്കിൽ നിന്നുള്ള അക്ഷരങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതണം. മരീവൻ എന്ന വാക്കിൽ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്? മീമുണ്ട്, മാ, രി, പിന്നെ നീട്ടാനുള്ള യാ, പിന്നെ ലാദ്, അലിഫ്. ആ രൂപത്തിൽ അക്ഷരങ്ങൾ എഴുതണം. അടുത്തത് ഇസ്ലാമുൻ, ഇ, സ്, ലാമ്, അലിഫ്, മീം. ആ രൂപത്തിൽ എഴുതുകയാണ് വേണ്ടത്. ഇനി അഞ്ചാമത്തത് പകർത്തി എഴുതാം. ഊതീതും, അത് അതുപോലെ തന്നെ നോക്കി എഴുതുകയാണ് വേണ്ടത്. ദബ്ഗിൻ, അതും അതുപോലെ നോക്കി എഴുതുകയാണ് വേണ്ടത്. ഇതാണ് ഒന്നാം ക്ലാസ്സിൽ ഇന്ന് കഴിഞ്ഞ തഫ്ഹീമുത് തിലാവയുടെ ഖിറാഅത്തും കിതാബത്തും. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.